റെസിപ്പി അവൽ വെച്ച് തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ആണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം മസാല പൗഡർ തയ്യാറാക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ മല്ലി ചേർക്കാം. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ചേർക്കാം. 4 മുളകാണ് എടുത്തിരിക്കുന്നത്. ഇത് അധികം എരിവില്ലാത്ത മുളകാണ്. മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. പിന്നെ സ്വല്പം ജീരകം കൂടി ചേർക്കാം. 1/4 ടീസ്പൂൺ ജീരകമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ സ്വല്പം പുളി, ആവശ്യാനുസരണം ഉപ്പ്. ഇനി ഇത് നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഉഴുന്നുപരിപ്പ് ചേർക്കാം. അപ്പോൾ ഉഴുന്നുപരിപ്പ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഉണക്കമുളക് ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് തേങ്ങ തിരുമിയത് ചേർക്കാം. ഇത് 1/4 കപ്പ് തേങ്ങ തിരുമിയത് എടുത്തിട്ടുണ്ട്. തേങ്ങ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. തേങ്ങ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഇനി ഒരു ബൗളിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കടുക് വറുത്ത് വെച്ചിരിക്കുന്നത് കൂടെ ചേർക്കാം. ഇനി ഇത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ഈ മുളകും മല്ലിയും പൊടിക്കുന്ന സമയത്ത് ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് പൊടിച്ചെടുക്കുക. ഇപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 കപ്പ് അവൽ നമുക്ക് ചേർക്കാം. ഇത് ഒട്ടും കട്ടിയില്ലാത്ത അവൽ വേണം ചേർത്ത് കൊടുക്കാൻ. കട്ടിയുള്ള അവൽ എടുക്കരുത്. പേപ്പർ പോലെ ഇരിക്കുന്ന കട്ടിയില്ലാത്ത നൈസായിട്ടുള്ള അവൽ വേണം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ. ഇനി ഇത് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ അവൽ വെച്ചിട്ടുള്ള സ്നാക്സ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.